നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോണത് ഫാൽക്കൺ സിസ്റ്റത്തിന്റെ ഡെമോ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ചെറിയ പ്രിന്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്റ് ഓഫ് സെയിൽ POS. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ POSൽ പോകും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് നിലവിലുള്ള പ്രൊഡക്ട്സ് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. ഇതിൽ ഇനി മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 ഡോട്ട് ഓപ്ഷനിൽ പോയി നേരെ ഈ പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് കാണാം ഇവിടെ. അവിടുന്ന് നേരെ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുള്ള പ്രൊഡക്ട്സ് എഡിറ്റ് ചെയ്യാം. പ്രൈസസ് ചേഞ്ചസ് വന്നാൽ ഒക്കെ മാറ്റാൻ ഇവിടുന്ന് പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ആക്ഷനിൽ പോവാം. ഇവിടുന്ന് എഡിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് ഇവിടുന്ന് മാറ്റാം, അതിൻ്റെ അറബിക് നെയിം മാറ്റാം, ബാർകോഡ് ഇവിടെ മാറ്റാം, പിന്നെ പ്രൈസ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം, നേരെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതല്ല ഇനി പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേരെ ബാക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കാം. ഇവിടുന്ന് പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കാം. എക്സാമ്പിൾ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവൽ അടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തരും. ഒരു ബാർകോഡ് കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ അതിന് നിങ്ങളൊരു നമ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ ജനറേറ്റ് ചെയ്തൊരു നമ്പർ തരും. അതിന് നിങ്ങൾ എത്ര പർച്ചേസ് ചെയ്യണമെന്നുള്ള എമൗണ്ട് ഇവിടെ കൊടുക്കാം. അതുകഴിഞ്ഞിട്ട് സെയിൽ എമൗണ്ട് എത്ര നിങ്ങൾ സെയിൽ ചെയ്യണമെന്നുള്ള എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ ഫോട്ടോ വേണം എന്നുണ്ടെങ്കിൽ അവിടെ POSൽ ഫോട്ടോയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ അവിടെ കാണും. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ POS കാണാം. ഈ POSൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിട്ട് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഏതാണ് സാധനം വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ ഏതാ ചൂസ് ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഇവിടെ പ്രൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് ഇവിടെ മാറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് 10 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ബൈ ചാൻസ് ഒരു സാധനം കസ്റ്റമർ കൊടുത്ത് നമ്മളെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ആഡ് ഐറ്റം എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഒരു എക്സാമ്പിൾ ഓറഞ്ച് ഉണ്ടായിരുന്നില്ല സിസ്റ്റത്തിൽ, അത് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് അതിൻ്റെ അറബിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് വരും. ഇവിടെ നമ്മൾ സെയിൽ എമൗണ്ട് ഇപ്പോൾ എത്ര 5 റിയാലിന് വെച്ചാൽ 5 റിയാൽ കൊടുത്താൽ നേരെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാർകോഡ് ക്ലിക്ക് ചെയ്യണം ഇവിടെ. ഓക്കെ, നേരെ സബ്മിറ്റ് ചെയ്താൽ ആ ഓറഞ്ച് ഇവിടെ ആഡ് ആയിപ്പോയി. ഓക്കെ, ഇപ്പോൾ ബക്കാലി സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ബാർകോഡൊക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്താൽ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഓക്കെ, ഇനി ബില്ലടിക്കാൻ ഇവിടെ താഴത്ത് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ 3 ഓപ്ഷനുള്ള പേയ്മെൻറ്റ് ടൈപ്പുള്ള ഒന്ന് ക്യാഷ്, ക്രെഡിറ്റ്, മട. അതിൽ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് എന്നുള്ള ഈ മുകളിലുള്ള 3 ഓപ്ഷൻസ് സേവ് ചെയ്യാൻ മാത്രം, പ്രിന്റ് വരേണ്ട പേപ്പർ വരേണ്ട സേവ് ചെയ്യാൻ മാത്രം. കസ്റ്റമറിന് പേപ്പർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള 3 ഓപ്ഷൻ യൂസ് ചെയ്യാം. പേപ്പറും സേവും ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതിൽ വന്നിട്ട് ഇത് ക്യാഷ്, ഇതിൽ വന്നിട്ട് ഇത് പ്രിന്റ്, ഇത് ക്രെഡിറ്റ്, ഇത് വന്നിട്ട് മട. ഇപ്പോൾ കസ്റ്റമർ ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കാം. ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാം. പിന്നെ മടയുണ്ട്, നമ്മളെ ബത്താക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മടയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇത് 3 റിയാലിൻ്റെതാണ്. ചില കസ്റ്റമേഴ്സ് കുറച്ച് എമൗണ്ട് ക്യാഷ് തരും, 4 റിയാൽ ക്യാഷ് തന്നു, ബാക്കി എമൗണ്ട് മടയിലാണ് തരുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ ഏതാ പേയ്മെന്റ് ടൈപ്പ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഇനി ചില കസ്റ്റമേഴ്സ് അവരുടെ പേരും അഡ്രസ്സും ആഡ് ചെയ്യണം, വാറ്റ് നമ്പറൊക്കെ ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, കമ്പനിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ കമ്പനിയുടെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഫാൽക്കൺ സിസ്റ്റം എന്ന് കൊടുക്കണം. ചില കസ്റ്റമേഴ്സ് ഇവിടെ പേര് കൊടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാം, ഇവിടെ വാറ്റ് നമ്പർ കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവ് ആവും. ഇപ്പോൾ ക്യാഷ് കൊടുക്കുക, നമ്മൾ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ അതിൻ്റെ ഇൻവോയ്സ് നേരെ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, ഈ നമ്മൾ നിലവിൽ ഇപ്പോൾ രണ്ടാമതൊരു പ്രിന്റ് ഒന്നുകൂടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് അടിച്ച ഇൻവോയ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ മുമ്പ് അടിച്ച ഇൻവോയ്സുകളൊക്കെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ഇൻവോയ്സ് എന്നുള്ളത് കൊടുത്താൽ അന്നത്തെ ഇൻവോയ്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നമ്പർ ബേസ് സെർച്ച് ചെയ്താൽ ആ നമ്പർ ഇവിടെ ഇത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി വന്നിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ സെയിൽ എന്നുള്ള ഓപ്ഷൻ. സെയിൽ എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ A4 ടൈപ്പ് പ്രിന്റിലുള്ള ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്, ഈ സെയിൽ എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സെയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വരും ഡേറ്റ്. ഇപ്പോൾ ഡേറ്റ് കൊടുക്കാം. പിന്നെ പേയ്മെൻറ്റ് ടൈപ്പ് കസ്റ്റമർ ക്യാഷ് ആണോ തരുന്നത്, മടയാണോ, ക്രെഡിറ്റ് ആണോ, ട്രാൻസ്ഫർ ചെയ്ത് തരുവാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ കസ്റ്റമറിൻ്റെ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ആഡ് ചെയ്തിട്ട് ഇവിടെ കസ്റ്റമറിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ സെക്യൂർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
വാറ്റ് നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് വേണം. പിന്നെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ നിന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഇത് വരും. അതല്ല ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്താൽ അത് വരും. പിന്നെ ഇവിടെ ക്വാണ്ടിറ്റി ഇവിടുന്ന് മാറ്റാം, ക്വാണ്ടിറ്റി കൂട്ടാം, പിന്നെ പ്രൈസ് മാറ്റാം. ഒക്കെ ഇവിടുന്ന് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ കാണിക്കുന്നത് വല്ല നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എത്ര വന്നുള്ളത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 100 രൂപ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുണ്ട് 368 രൂപ വന്നിട്ടുണ്ട്, റിയാൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 10 റിയാൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10 റിയാൽ ഡിസ്കൗണ്ട് കൊടുക്കാം. വാറ്റ് ഒഴിച്ചുള്ള എമൗണ്ട് ഇവിടെ വരും. ഓക്കെ, അതല്ല നമുക്കൊരു 10% ആയിട്ടുള്ള 10% ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ അതേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 2-3 ടൈപ്പിൽ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ക്യാഷ് എമൗണ്ട്, ഇപ്പോൾ ടോട്ടൽ 368 ക്യാഷ് എമൗണ്ട് വന്നിട്ട് 368 റിയാലിന് ക്യാഷ് 100 റിയാൽ എന്ന് ബാക്കി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെയും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം നേരെ വേണമെന്നുണ്ടെങ്കിൽ നേരെ പ്രിന്റ് A4 എന്നുള്ള ഓപ്ഷൻ ചെയ്താൽ പ്രിന്റ് കിട്ടും. അത് നേരെ ഇവിടുന്ന് പ്രിന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി പ്രൊഡക്റ്റ് ലിസ്റ്റിൽ മൊത്തം ഉണ്ട് ഇവിടെ. പിന്നെ ഇനി നമുക്ക് വാറ്റ് പർച്ചേസ് ഉണ്ട് ഇവിടെ. പർച്ചേസ് അതായത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയ പർച്ചേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് പർച്ചേസിൽ പോവാം. അവിടെ ഇതേപോലെ തന്നെ നിങ്ങൾ ഉള്ള ഡേറ്റ് കൊടുക്കാം, ആ ഇൻവോയ്സിൻ്റെ ഡേറ്റ് കൊടുക്കാം. ഇവിടെ എല്ലാ ഇൻവോയ്സിനും അതിൻ്റേതായ നമ്പർ ഉണ്ടാവും, ഇൻവോയ്സ് നമ്പർ പല മോഡലിൽ വരിക. ആ നമ്പർ ഇവിടെ അടിക്കാം. പിന്നെ അതും ഇതേമാതിരി ക്യാഷ് ക്രെഡിറ്റ് അതാ വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്യാം. അവർ സപ്ലയറെ ഫസ്റ്റ് ടൈം ഒന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ലുലു എന്ന് വാങ്ങി നോക്കാം. ലുലുവിൻ്റെ പേര് കൊടുത്തു, മൊബൈൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, വാറ്റ് നമ്പർ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യും. ഇനി രണ്ടാമത് വേറെ പേരിൽ ബില്ല് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ലുലു എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലുലുവിൻ്റെ പേര് ഇവിടെ വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്കും കാര്യമൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻവോയ്സിലുള്ള ഏത് സാധനങ്ങളാണോ വാങ്ങിയെന്നുള്ളത് അതുപോലെ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ഈ സ്റ്റോക്കൊന്നും നോക്കണില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ക്വാണ്ടിറ്റി അടിക്കാം. 10 പീസ് ഇറക്കി നമ്മൾ കോസ്റ്റ് എത്രയും ചിലപ്പോൾ ഇൻവോയ്സിന് ചിലപ്പോൾ കൂടുക കുറവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ചസ് വരുത്താം. സെയിൽ പ്രൈസ് കൂടുക കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സേവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 28 മുൻപേ 30 റിയാലിന് വിറ്റുന്ന സാധനമാണ്, ഇപ്പോൾ റേറ്റ് കൂടി 32 ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒറ്റയടിക്ക് കൂട്ടാം, അത് സേവ് ആയി പോകും. പിന്നെ അതല്ല നിങ്ങൾ സ്റ്റോക്കൊന്നും നോക്കണില്ല, ടോട്ടലായിട്ടുള്ള ഇൻവോയ്സ് മാത്രമേ അടിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മാനുവൽ എൻട്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും എമൗണ്ട് അടിക്കാം, ആൾ പർച്ചേസിനോ ഇവിടെ അടിച്ചാൽ മതി. എന്താണ് വേണ്ടത് വെച്ചാൽ ഇവിടെ അടിക്കാം, പർച്ചേസിനോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ അടിക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ് ടോട്ടൽ എമൗണ്ട്, ഇൻവോയ്സിൻ്റെ ഫൈനൽ എമൗണ്ട് എത്ര 1000 റിയാലാണെന്നുണ്ടെങ്കിൽ 1000 റിയാൽ അടിക്കാം. ചില ഇൻവോയ്സ് ഇപ്പോൾ 1000 അടിച്ചു കഴിഞ്ഞാൽ 1150 എന്നുള്ളത്. അപ്പോൾ ചില ഇൻവോയ്സ് ഇവിടെ 1000 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് വാറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് വാറ്റ് എന്നുള്ളത് ഇൻക്ലൂഡ് വാറ്റ് ആക്കണം. ഓക്കെ, ഇവിടെ ഇതേമാതിരി ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നേരെ ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, ജസ്റ്റ് പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ A4ലേക്ക് സേവ് ചെയ്താൽ തന്നെ എമൗണ്ട് ഇൻവോയ്സ് സേവ് ആയി. ഇനി ഇത് സെയിലാണെങ്കിൽ സെയിൽ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര സെയിൽ ചെയ്തെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത് റീപ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻവോയ്സ് ഇതിപ്പോൾ ഈ ഇൻവോയ്സ് നമ്പർ പേന അടിച്ചത് 41 ഇവിടെ മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 41 ഉള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് ഇവിടെ വന്ന്. ഓക്കെ, അതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്യാനോ പ്രിൻ്റ് എടുക്കാനോ ഇവിടുന്ന് പറ്റും. അതല്ല പർച്ചേസ് ആണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ലിസ്റ്റിൽ പോയപ്പോൾ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത ഇൻവോയ്സ് നമ്പർ 3 ആണ്. ഓക്കെ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ 3 അടിച്ചിട്ട് ഈ സെയിൽ എന്നുള്ളത് പർച്ചേസ് ആക്കിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ 3 ഇൻവോയ്സ് ഇവിടെ വന്നാൽ അതിൽ എഡിറ്റ് ചെയ്യണം പ്രിന്റ് ചെയ്യണം എന്നൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് ഇപ്പോൾ ഒരു ഇൻവോയ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്, ഒരു കസ്റ്റമറിൻ്റെ ഇൻവോയ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ആള് ഇപ്പോൾ 1 2 3 പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ആള് സാധനം വാങ്ങിയ ക്രെഡിറ്റാണ് വാങ്ങിയത്, പിന്നെ 1000 റിയാലിൻ്റെ സാധനം വാങ്ങി. ഓക്കെ, ക്രെഡിറ്റ് ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ അപ്പോൾ അത് സേവ് ചെയ്ത്. ഓക്കെ, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഇപ്പം ഞാൻ ആ കസ്റ്റമറിൻ്റെ നമ്മൾക്ക് എത്ര അവർ ഇത് ബാലൻസ് ഉണ്ട് എന്നൊക്കെ നോക്കണമെങ്കിൽ ഈ കസ്റ്റമർ അക്കൗണ്ട് റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം ആരെയാണ് വേണ്ടത്. ഇവിടുന്ന് എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് വേണമെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 1 2 3 അടിച്ചു കഴിഞ്ഞാൽ ആ 1 2 3 കസ്റ്റമർ വന്ന് സെർച്ച് ചെയ്ത് അവിടെ കാണാൻ പറ്റും. അതിന് മുന്നേ